കരുവന്നൂരും വളരെ നിർണായകമാണ് CPM-നെ സംബന്ധിച്ച്. ഒപ്പം തന്നെ ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗവും കടുത്ത ത്രികോണ മത്സരം നടക്കുന്ന അവിടെ ലോക്സഭ എറണാകുളത്ത് എത്രത്തോളം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ 3 മുന്നണികളും മുന്നേറിയിരിക്കുന്നു എന്നുള്ളതാണ്. ലക്ഷ്മി, എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം പ്രചാരണം നേരത്തെ ആദ്യം LDF സ്ഥാനാർത്ഥി, UDF സ്ഥാനാർത്ഥികൾ പ്രഖ്യാപനങ്ങളുണ്ടായി. വൈകാതെ തന്നെ NDAയും കളത്തിലിറങ്ങി. അങ്ങനെ 3 മുന്നണികളും ശക്തമായ ഒരു പോരാട്ടത്തിലേക്ക് നീങ്ങുന്ന അതേ ഘട്ടത്തിൽ തന്നെ കൊച്ചിയുടെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് കുടിവെള്ളമാണ്. അവരുടെ പ്രതികരണങ്ങൾ നമ്മൾ ഇന്നലെ തന്നെ എടുത്തിരുന്നു. മറ്റൊന്ന് മാലിന്യ പ്രശ്നമാണ്. ഈ 2 വിഷയങ്ങൾ ഉയർത്തി തന്നെയാണ് മുന്നണികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രചാരണ ആയുധമാക്കുന്നത് എന്നത് തന്നെയാണ് പ്രധാനം. കാരണം ജനകീയ വിഷയങ്ങൾ ഇതെല്ലാം തന്നെയാണ്. നഗരപ്രദേശങ്ങളിൽ പോലും കുടിവെള്ളം ലഭിക്കാതെ ആളുകൾ ഒരു ഭാഗത്ത് ബുദ്ധിമുട്ടുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു 3-4 മാസമായി ഈ വേനൽക്കാലമായപ്പോഴുള്ള ഒരു കുടിവെള്ള ക്ഷാമമല്ല, 2 വർഷത്തിലധികമായി ആ ഒരു പ്രശ്നം ജനങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു. തുടർച്ചയായ കുടിവെള്ള ക്ഷാമത്തിന്റെ ദുരിതങ്ങൾ അനുഭവിക്കുന്നു. അത്തരത്തിലുള്ള ആളുകളാണ് പച്ചാളം, വടുതല ഈ നഗരപ്രദേശങ്ങളോട് അടുത്ത പ്രദേശങ്ങളിൽ തന്നെ ഉള്ളത്. മറുഭാഗത്ത് അവിടെ മാലിന്യ പ്രശ്നം ഒരു രൂക്ഷമായ പ്രശ്നമായി നിൽക്കുന്നു. മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു എന്ന് ആവർത്തിക്കുമ്പോഴും, പ്രത്യേകിച്ച് കൊച്ചി നഗരസഭ ഭരിച്ച ഇടതുമുന്നണിയാണെങ്കിലും വലതു മുന്നണിയാണെങ്കിലും തന്നെ ഈ മാലിന്യ പ്രശ്നത്തിൽ സമ്പൂർണ്ണം അമ്പയെ പരാജയപ്പെടുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. ഏറ്റവും ഒടുവിൽ MP എന്ത് ചെയ്തു ഇക്കാര്യത്തിൽ എന്ന ചോദ്യം ഉയരുമ്പോൾ അവിടെയും ഒരു മറുപടി ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട്. വിവരാവകാശം പ്രകാരം ലഭിച്ച മറുപടിയിൽ പറയുന്നത് ഹൈബി ഈഡൻ MP ഫണ്ടിൽ നിന്ന് 1 രൂപ പോലും മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെച്ചിട്ടില്ല എന്ന ഒരു വിവരമാണ് ഈ രേഖകൾ പരിശോധിക്കുമ്പോൾ, വിവരാവകാശ രേഖകൾ പരിശോധിക്കുമ്പോൾ പ്ലാനിംഗ് വിഭാഗം നൽകിയിട്ടുള്ള മറുപടികളിൽ വ്യക്തമാകുന്നത്. കാരണം 2019 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ മാലിന്യ സംസ്കരണ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണും, അതായിരിക്കും തന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് എന്നായിരുന്നു 2019 പ്രഖ്യാപിച്ചത്. മാത്രമല്ല കൊച്ചി കോർപ്പറേഷൻ ഭരണകൂടത്തെ പല ഘട്ടങ്ങളിലും വിമർശിച്ചപ്പോഴും പറഞ്ഞിരുന്നത് സമ്പൂർണ്ണ പരാജയമാണ് മേയർ എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചു. എന്നാൽ MP ഇക്കാര്യത്തിൽ ഒന്നും ചെയ്തിട്ടുമില്ല. ജിജീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.